ദ ബ്ലാസ്റ്റ്. പേര് പോലെ തന്നെ ബ്ലാസ്റ്റ് നല്ല സൂപ്പർ ഒരു മൂവി ആയിരുന്നു. ആ സിനിമ ഫുൾ നമുക്ക് കണ്ടിരിക്കാം, ഒട്ടും ബോറില്ല. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു രോമാഞ്ചിഫിക്കേഷൻ ഒക്കെ തോന്നും, അത്രയ്ക്കും കിടിലായിട്ട് എടുത്തിട്ടുണ്ട്. തമിഴ് സിനിമയിലെ ആക്ഷൻ കിങ് എന്നറിയപ്പെടുന്ന അർജുന്റെ സിനിമകളിൽ ഒരു പ്രത്യേക ഫീലാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവായിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. ഒരു മാസ് ആക്ഷൻ സിനിമയാണെങ്കിലും യാഥാർത്ഥ്യം സിനിമാറ്റിക് അവതരണവും മനോഹരമായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. തമിഴിൽ പല റിയലിസ്റ്റിക് സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ചിത്രം റിയലിസവും കൊമേഴ്സ്യൽ സിനിമയുടെ ആവേശവും മികച്ച രീതിയിൽ ബാലൻസ് ചെയ്യുന്നുണ്ട്. അഭിരാമിയും തന്റെ കഥാപാത്രം വളരെ മികച്ച രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സംഗീത സംവിധായകൻ രവി ബർസയുടെ പശ്ചാത്തല സംഗീതം സിനിമയുടെ വലിയൊരു ശക്തിയാണ്. KGF, സലാർ എന്നിവയെ പോലുള്ള ശക്തമായിട്ടുള്ള ആ ഒരു സംഗീതമല്ല ഇവിടെ, മറിച്ച് സിനിമയുടെ മൂഡിന് പൂർണ്ണമായും അനുയോജ്യമായിട്ടുള്ള പശ്ചാത്തല സംഗീതമാണ് നൽകിയിരിക്കുന്നത്. വലിയ താരനിരയുടെ ആശ്രയമൊന്നും ഇല്ലാതെ ശക്തമായ തിരക്കഥയും സംവിധാനവും കൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതിലെ ആക്ഷൻ, അതായത് വുമൺ ആയാലും മെൻ ആയാലും എല്ലാവരും വളരെ നല്ല രീതിയിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ആക്ഷൻ മൂവി ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ, എന്നിട്ട് പോലും എനിക്ക് ആ സിനിമ അത്രയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന്. ആ കഥയ്ക്കും ആ ഒരു സാഹചര്യത്തിനും അനുയോജ്യമായിട്ടുള്ള ഫൈറ്റ് കാര്യങ്ങളാണ് എല്ലാം. അതായത് ഒന്നിനൊന്ന് ഓരോരുത്തരും മികച്ചായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു നിമിഷം അതൊരു അഭിനയമാണെന്ന് പോലും നമുക്ക് തോന്നില്ല. സംവിധായകൻ സുഭാഷ് കെ രാജു മികച്ച രീതിയിൽ തന്നെ സിനിമ ഒരുക്കിയിട്ടുണ്ട്. സ്ക്രീൻ പ്ലേയും അവതരണവും വളരെ ഒരു ആകർഷകമായിട്ടുള്ള ഒന്നാണ്. മൊത്തത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണിത്. കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കൂ.